നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി നിർവാണയാണ്. നിർവാണയ്ക്കായി ഞങ്ങൾ ആവോലി കട്ട് ചെയ്ത് ഈ ഫിഷിൽ വരയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേണ്ടി മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ആവോലിയിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ മസാല ഉള്ളത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അത് തേച്ച് പിടിപ്പിക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത വെച്ച ആവോലി ഫ്രൈ ചെയ്യാനിടണം. ഒരു അരമണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ വയ്ക്കണം. ഒരു സൈഡ് വെന്ത ശേഷം നമ്മൾ അടുത്ത സൈഡ് മറിച്ചിടണം. അടുത്ത സൈഡ് ഒരു 10 മിനിറ്റ് ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിതിനൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളൊരു മൺചട്ടിയാണ് എടുത്തത്. അതിൽ ഒരു വാഴയില വച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് കറിവേപ്പില അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആവോലി നമുക്കിതേപോലെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് തേങ്ങാപ്പാൽ, നമ്മളത് ആ ഒരു ഫിഷ് ഇങ്ങനെ കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. നല്ല രീതിയിൽ തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇപ്പോൾ മുഴുവൻ കവറായിട്ടുണ്ട്. മുഴുവൻ തേങ്ങാപ്പാലും ഉണ്ട്, ഫിഷിനെ കവറായിട്ടുണ്ട്. ഇനി നമ്മൾ ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്ത റോ മാംഗോയും പിന്നെ അതിൻ്റെ കൂടെ ജിഞ്ചറും ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് പഴുത്ത മാങ്ങയുടെ പൾപ്പ് കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഫ്രഷ് ക്രീമും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു മൂടി കൊണ്ട് അടച്ച് ഇതിനെ ചെറിയ തീയിൽ നമുക്ക് വേവിക്കാവുന്നതാണ്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഗ്രേവി ആയിട്ട് നമുക്കത് കിട്ടും. വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.